എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലും ഇറാനുമായി നടക്കുന്ന യുദ്ധത്തിൽ ലോകത്ത് ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ചില പന്തയങ്ങൾ നടക്കുന്നതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അവിശ്വസനീയമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇസ്രായേലിൽ ഇറാൻ വീഴ്ത്തുന്ന ഓരോ മിസൈലുകൾക്ക് ശേഷവും ഒരു വിഭാഗം പണം വാരുകയും മറുവിഭാഗം ദരിദ്രരാകുകയും ചെയ്യുന്ന വലിയ ഓൺലൈൻ വാതുവെപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ക്രിപ്റ്റോ കറൻസി മാത്രം ഉപയോഗിക്കുന്ന പന്തയ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രായേലിനെ എന്ന് ആക്രമിക്കും, ഏത് ദിവസം മിസൈൽ പതിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ പന്തയങ്ങളാണ് നടന്നു വരുന്നത്. ഏകദേശം 14 കോടി ഡോളറാണ് ഓരോ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷവും ക്രിപ്റ്റോ മാർക്കറ്റിലെ ഇത്തരം പന്തയങ്ങളിലൂടെ മറിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന വാതുവെപ്പുകളിൽ യുദ്ധത്തിൻ്റെ ഗതി, നേതാക്കളുടെ മരണം, ആക്രമണങ്ങളുടെ സമയം എന്നിവയെല്ലാം പന്തയ വിഷയങ്ങളാകുന്നുണ്ട്. സാധാരണയായി സ്പോർട്സ് മത്സരങ്ങൾക്കോ തിരഞ്ഞെടുപ്പുകൾക്കോ നടക്കാറുള്ള പന്തയങ്ങൾക്ക് പകരം ഇപ്പോൾ മനുഷ്യജീവനെ ബാധിക്കുന്ന യുദ്ധ വിഷയങ്ങളിൽ പോലും ഇത്തരം പന്തയങ്ങൾ നടക്കുന്നത് ലോകത്തിപ്പോൾ വലിയ ധാർമ്മിക ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഈ പന്തയക്കാർ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പല പ്ലാറ്റ്ഫോമുകളിലും ഈ പന്തയം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് പോളി മാർക്കറ്റ് എന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് കൂടാതെ കൽഷി പോലുള്ള സൈറ്റുകളും ഇപ്പോൾ ഇതിനായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പോളി മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി പ്രവചന വിപണി. ഈ പന്തയക്കളിയുടെ സ്വഭാവം അനുസരിച്ച് യെസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരം മാത്രമേ നമ്മൾ നൽകേണ്ടതുള്ളതിനാൽ ആർക്കും പന്തയത്തിൽ പങ്കെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണമായി, ഇറാൻ ഇന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് പന്തയം വയ്ക്കാം. ആക്രമണം നടന്നാൽ ബെറ്റ് വെച്ച തുക അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. ഇനി കുറച്ചുകൂടി തുക കൂട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ന് ഇറാനിയൻ മിസൈലുകൾ വീഴുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞാൽ വൻ തുകയാവും പോക്കറ്റിൽ വീഴുക. ഇനി അതും പോരെങ്കിൽ ഇറാനിൽ നിന്നെത്തുന്ന മിസൈൽ ഇന്ന് ഇസ്രായേൽ സൈന്യം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർക്കുമോ, അതോ തുറസായ സ്ഥലത്ത് വീഴുമോ, ജനവാസ കേന്ദ്രത്തിൽ വീഴുമോ, എത്ര പേർ കൊല്ലപ്പെടും, എത്ര പേർക്ക് പരിക്കേൽക്കും എന്നൊക്കെ തരംതിരിച്ച് വേണമെങ്കിലും പന്തയം വെക്കാൻ കഴിയും എന്നുള്ളതാണ് രസം. ഇതിൽ പന്തയക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് മിസൈലുകൾ ഇസ്രായേൽ തകർക്കുമോ അതോ മണ്ണിൽ പതിക്കുമോ എന്നതിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. സംശയമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്കും വേണേൽ കയറി ഈ പന്തയം വെക്കാവുന്നതാണ്, ഈ കളിയിൽ പങ്കെടുക്കാവുന്നതാണ്. കാശ് കളയുകയോ ഉണ്ടാക്കുകയോ എന്ത് വേണം ചെയ്യാം. വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 2025 ജൂണിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം പന്തയങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും അതിപ്പോൾ വ്യാപകമായി നടക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നതിന് കാരണം ഇക്കഴിഞ്ഞ മാർച്ച് 10 ചൊവ്വാഴ്ച ജെറുസലേമിന് പുറത്തുള്ള ബേത് ഷെമേഷ് നഗരത്തിൽ ഒരു ഇറാനിയൻ മിസൈൽ പതിച്ചു വലിയ സ്ഫോടനം ഉണ്ടായതിനു ശേഷമാണ്. ഈ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ബേത് ഷെമേഷ് നഗരപ്രദേശത്തെ അധികം വീടുകളൊന്നുമില്ലാത്ത ഒരു തുറസായ സ്ഥലത്താണ് നേരിട്ട് പതിച്ചത്. വലിയ സ്ഫോടനം ഉണ്ടായെങ്കിലും ആളപായമില്ല. ഇത് ഇന്ന് 4ാമത്തെ ആക്രമണമാണ് നടന്നത് എന്നൊക്കെയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയോൺ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ആക്രമണം ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാറുകളും വീടുകളും റോഡുകളും എല്ലാം തകർന്നു. ഒരുപാട് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം പോയെന്ന് പറഞ്ഞുകൊണ്ട് ജൂതർ തന്നെ അവരുടെ തകർന്ന വീടുകൾ നോക്കി അലമുറട്ട് കരയുന്ന ചില പ്രാദേശിക വീഡിയോകൾ പോലെ ഉണ്ടായിട്ട് പോലും ഈ ലേഖകൻ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചില്ല, ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു എന്ന് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ട് പത്രത്തിൽ വന്നതോടെ ഇയാൾക്ക് ഒരു ഇമെയിൽ വന്നു. മിസൈൽ നേരിട്ട് പതിച്ചതല്ല, അത് സൈന്യം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്തതാണ് എന്ന് തിരുത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യാമോ എന്നായിരുന്നു ഈ മെയിലിൽ ഉണ്ടായിരുന്ന കാര്യം. എന്നാൽ ഈ സംഭവം ഇയാൾ സ്ഥലത്ത് നിന്ന് നേരിൽ റിപ്പോർട്ട് ചെയ്തതായതുകൊണ്ട് അങ്ങനെ തിരുത്താൻ കഴിയില്ല എന്നും മറുപടി അയച്ചു. തുടർന്ന് ഇയാൾക്ക് തുടരെ ഇമെയിലുകൾ വരാൻ തുടങ്ങി. നിങ്ങൾ റിപ്പോർട്ട് തിരുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും എന്നൊക്കെയാണ് ഈ ഇമെയിലിലൂടെ ആദ്യമൊക്കെ അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ അതിലൊന്നും വഴങ്ങാതെ വന്നപ്പോൾ പിന്നീട് ഭീഷണിയുടെ രീതിയിലേക്കാണ് ഈ ഇമെയിലിൻ്റെ സ്വഭാവം മാറിയത്. ഈ ലേഖകനെ കൊലപ്പെടുത്തുമെന്ന ഭീഷണി വന്നതോടെയാണ് ഇയാൾ ഇക്കാര്യം പുറംലോകത്തെ അറിയിക്കാൻ തയ്യാറായത്. ഈ വധഭീഷണി വന്നില്ലായിരുന്നെങ്കിൽ ഇത്തരം പന്തയം നടക്കുന്നത് സാധാരണ ജനങ്ങൾ ഒരിക്കലും അറിയാതെ പോയേനെ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇസ്രായേൽ എന്തുകൊണ്ടാണ് മരണങ്ങളും ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തതും അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് വരുന്ന ഇറാനിയൻ മിസൈലുകൾ മുഴുവൻ ഇസ്രായേൽ അടിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നുള്ളതിന് പിന്നിൽ ഇത്തരം വാതുവെപ്പുകാർ തന്നെയാണ്. അവർ സ്വാധീനിക്കുകയാണ് ലേഖകരെ, അതല്ലെങ്കിൽ സൈന്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. സൈന്യത്തിനുള്ളിൽ തന്നെയാണ് ഇത്തരം ആളുകളുള്ളത്. ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇത്തരം സൈറ്റുകളിൽ പന്തയം വയ്ക്കുന്നത് കൊണ്ട് എല്ലാവരും വാർത്ത അറിയുന്നത് ഈ പത്രങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ വാർത്താ മീഡിയകളിലൂടെയാണ് അറിയുന്നത്.
അവരും കൂടെ ഈ പന്തയങ്ങളിൽ പങ്കാളികളായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിന് മേലെ ആക്രമിക്കുന്ന ഒരു ആക്രമണവും പുറത്തു വരില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇസ്രായേലിൽ ആരും മരിച്ചിട്ടില്ല, അവിടെ ഒരാൾക്ക് വീണ് നിസ്സാര പരിക്കേറ്റതേ ഉള്ളൂ, കെട്ടിടം തകർന്നിട്ടില്ല, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് അയച്ച മിസൈൽ മുഴുവൻ ഇസ്രായേൽ അടിച്ചിട്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. അല്ലാതെ ഈ ജൂതന്മാർക്ക് ഇസ്രായേലിനോട് കനത്ത കൂറുണ്ടായിട്ടൊന്നുമല്ല ഈ വാർത്തകൾ അവർ പുറത്തേക്ക് വിടാത്തത്. അതിൻ്റെ പിന്നിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ആ വിശ്വാസമുള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാരും ഇസ്രായേലിൻ്റെ ഭാഗത്താണ് പന്തയം വെക്കുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ പന്തയക്കാശുകൾ മുഴുവൻ പോകുമെന്നുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ വാർത്തകൾ പുറത്തുവിടാത്തത്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ബെറ്റ് തുക നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിലെ ഒരു കാര്യവും പുറത്തേക്ക് അറിയില്ല. ഇപ്പം നെതന്യാഹു കൊല്ലപ്പെട്ടോ എന്നുള്ള വിഷയത്തിൽ തന്നെ വൻ വാതുവെപ്പ് നടന്നിട്ടുണ്ടാവും, അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ ഈ വാർത്ത പുറത്തേക്ക് വിടാതിരിക്കുന്നത്. എപ്പോഴായാലും ചത്തവൻ്റെ കഥ പുറത്ത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്നാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത 2 ദിവസം കഴിയുമ്പം നെതന്യാഹു ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തേക്ക് വിട്ടാൽ എല്ലാവരും ഓർക്കും നോർമലായിട്ട് ഇയാൾ തട്ടിപ്പോയതാണെന്ന്. സത്യത്തിൽ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇയാൾ തൊട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ഈ വ്യാജ വീഡിയോകളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. അല്ലാതെ പൊതുജനത്തിനെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ നെതന്യാഹു ചാകുകല എന്ന് ലോകത്തെ അറിയിക്കാനൊന്നുമല്ല ഇസ്രായേൽ സൈന്യം ഇങ്ങനെ ചെയ്യുന്നത്. അവർ വീഡിയോകൾ ഇങ്ങനെ നിർമ്മിച്ച് വിടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഇറാൻ നെതന്യാഹുവിനെ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ വൻ വാതുവെപ്പ് നടന്നിട്ടുണ്ടാവും. അതൊരു പക്ഷേ വലിയ തുകയ്ക്കായിരിക്കും നടന്നിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ നെതന്യാഹു ഇപ്പോൾ തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം കാശു. അതുകൊണ്ട് മാക്സിമം അത് മൂടിപ്പൊതിഞ്ഞ് വെക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. അവർ ആദ്യം ഇറക്കിയതും രണ്ടാമതിറക്കിയതും എല്ലാം വ്യാജ വീഡിയോ ആണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമതിറക്കിയ വീഡിയോയുടെ അതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് അയാൾ ഏതാണ്ട് ഒരു മലമുകളിലൊക്കെ പോയി സന്ദർശിക്കുന്നതിൻ്റെ ആ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ വേറെ വന്നിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ ഇടുന്നില്ല. അവൻ ചത്താലും ചത്തില്ലേലും നമുക്ക് പ്രശ്നമല്ല. ഇതിൻ്റെ പിന്നിലുള്ള കളി ഇതാണ്. അപ്പോൾ ഈ പന്തയക്കാരാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇറാൻ അവിടുന്ന് മിസൈലുകൾ ഇങ്ങനെ തുടരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇസ്രായേലിന് തടയാൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും വീഴുന്നുണ്ട്. ഇന്നലെ ഞാൻ ലെബനോൻ ആക്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ വടക്കൻ ഭാഗങ്ങളിലും തെക്കൻ ഭാഗങ്ങളിലും കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം നിരന്തരമായിട്ടും ഇസ്രായേലികളും ഇസ്രായേൽ തകർന്ന് കിടക്കുകയാണ്. അതിനിടയ്ക്ക് ഇസ്രായേൽ ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങൾ വീഡിയോ എടുത്തിട്ട് വിടുക, വണ്ടം കണ്ടെടുത്ത വീഡിയോ ഇട്ടിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ചുമ്മാ കള്ളം പഴയ വീഡിയോകൾ ഒന്നാരും വിശ്വസിക്കണ്ട കേട്ടോ. മൊത്തം തകർന്ന് കിടക്കുകയാണ്. അതുപോലെ ഇതിനു മുമ്പ് വലിയൊരു പന്തയം ഈ പന്തയക്കളരിയിൽ നടന്നിട്ടുണ്ട്. അതും കൂടി നിങ്ങളറിയണം. അടുത്തിടെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയി അധികാരത്തിൽ നിന്ന് പുറത്താകുമോ അതോ കൊല്ലപ്പെടുമോ എന്ന വിഷയത്തിൽ മാത്രം ഏകദേശം $150 മില്യൺ പന്തയം വെക്കപ്പെട്ടതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തമായ ഉറപ്പ് ഇന്നും ലോകത്തിലില്ല. കാരണം ഇറാൻ്റെ ഔദ്യോഗികമായ ഒരു വെബ്സൈറ്റിലും ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. എങ്കിലും അദ്ദേഹത്തിൻ്റെ മയ്യത്തടക്കുകയോ അതല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇറാൻ സ്ഥിരീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യം കേട്ട് ആര് ദുഃഖം ആചരിച്ച്? ചുമ്മാ കള്ളം, വെറുതെയാണ് അതൊക്കെ. അപ്പം ആ ഒരു പന്തയം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം പുറം ലോകത്താണ് നടക്കുന്നത് കേട്ടോ. ഇറാനിലൊന്നുമല്ല ഈ പന്തയം നടക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജൂതരുടെ ജീവന് വിലപേശിയുള്ള ഒരു പന്തയമാണ് ഇതിലൂടെ നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ പന്തയങ്ങൾ ഇറാനിലോ ഗസയിലോ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളിൽ പയക്കുന്ന മിസൈലുകൾ മേലോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഇസ്രായേൽ വലിയ ശക്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് അവർക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതിനാണ് ഇപ്പോൾ ഇറാൻ പൊളിച്ചടുക്കി കൈകൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുക്കളക്കകത്ത് അടുക്കള എന്ന് പറഞ്ഞ പോലെ ഈ പന്തയക്കളികളിൽ ചില കള്ളക്കളികൾ വേറെ നടക്കുന്നുണ്ട്. അതായത് വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ പന്തയം വയ്ക്കുന്ന അല്ലെങ്കിൽ വാതുവെപ്പുകാർക്ക് ഈ വെബ്സൈറ്റിൽ പണം നിക്ഷേപിക്കാൻ കഴിയും. അതിന് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. ശരിക്കും മിനിറ്റുകൾ എന്ന് പറയുന്നതാണ് ശരി. ഇറാൻ ഒരു മിസൈൽ അവിടെ നിന്ന് അയച്ചു എന്ന വാർത്ത വരുമ്പോൾ തന്നെ പന്തയത്തിൻ്റെ നിരക്കുകൾ ഇങ്ങനെ മാറി മറിയുകയാണ് ഉണ്ടാകുന്നത്. ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് പിടിക്കുമല്ലോ ആ മിസൈൽ ഇങ്ങനെ ഓടിയെത്താൻ ഇവിടം വരെ. അതിനുള്ളിൽ തന്നെ തുക പെട്ടെന്ന് മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പന്തയത്തിൽ നടക്കുന്ന ഇൻസൈഡർ ട്രേഡിങ് ഇസ്രായേൽ സൈന്യത്തിലെ ചിലർക്ക് മിസൈൽ എവിടെയാണ് വീഴാൻ പോകുന്നത് എന്ന കൃത്യമായ വിവരം നേരത്തെ തന്നെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സൈന്യത്തിലെ ചിലർ ഈ രഹസ്യ വിവരം ഉപയോഗിച്ച് പന്തയം വെച്ച് വൻ തുക സമ്പാദിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷണം നടത്തുകയും ഒരു സൈനികരെയും ഒരു സാധാരണക്കാരെയും അടുത്തിടെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും അതുപോലെ തന്നെ തുടർ അന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് റിക്കോ സുവാവെ 666
അതല്ലെങ്കിൽ മഗമ്യാമൻ എന്ന് പേരുള്ള 2 അക്കൗണ്ടുകൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ സമയം കൃത്യമായി പ്രവചിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിലാണ് ഇവർ വലിയ തുകകൾ പിൻവലിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഇസ്രായേൽ സൈന്യമാണ് എന്ന് ഏതാണ്ടൊക്കെ ഇതിനകം തെളിഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ റിക്കോസ് വാവേ മഗമ്യാമൻ എന്നൊക്കെയുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വളിച്ച രാജ്യത്തിൻ്റെ അത് ഇസ്രായേലിൻ്റെ അതെയൊന്നും ആർക്കും പറയാൻ പറ്റാത്ത ഭാഷയാണല്ലോ ഇവന്മാരുടെ. ഇവന്മാരുടെയൊക്കെ ആണെന്നുള്ളവർ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം. മറ്റു രാജ്യങ്ങളൊന്നും പോലല്ല, അങ്ങനെ കണ്ടുപിടിച്ചതായി സാധനം. ഇനിയുള്ള മറ്റൊരു കാര്യം, ഈ പന്തയത്തിൽ ആരൊക്കെയാണ് പണം മുടക്കുന്നത് എന്ന് അന്വേഷിച്ചാലും കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. കാരണം പോളി മാർക്കറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ക്രിപ്റ്റോ കറൻസിയിലാണ് മുന്നോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി ഡോളറോ അതല്ലെങ്കിൽ ഇന്ത്യൻ രൂപയൊന്നും വെക്കാൻ കഴിയില്ല. അതിനാൽ ലോകത്തുള്ള ഏത് കോണിലിരിക്കുന്നവർക്കും അജ്ഞാതനായി തന്നെ പന്തയത്തിൽ പങ്കെടുക്കാൻ കഴിയും. ചിലപ്പോൾ ട്രംപ് വരെ ഈ പന്തയത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. കാരണം അയാൾ കോടീശ്വരനാണല്ലോ, അയാൾ ഇത് കാലഘട്ടത്തിൽ ഇട കയ്യിലുണ്ട്. അതുകൊണ്ട് അയാൾ പങ്കെടുക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാശുണ്ടാക്കുന്നുണ്ടാവും, കാരണം കൃത്യമായിട്ട് പുള്ളിക്കറിയാമല്ലോ ഇത് എവിടെ നിന്നാണ് മിസൈൽ എപ്പോൾ വിട്ടിട്ടുണ്ട്, ഇപ്പോൾ എപ്പോൾ എവിടെ എത്തും, എവിടെ വീഴും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. ചിലപ്പോൾ ട്രംപും ഉണ്ടാവും, കാരണം അയാൾ ബിസിനസ്സുകാരാണ്. തന്നെയല്ല, ഇതിൽ അമേരിക്കയിലെ പ്രമുഖ വ്യവസായികൾ മുതൽ കേരളത്തിലെ സാധാരണക്കാരൻ വരെ ഉൾപ്പെടുന്നുണ്ടാവാം. അത് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. നമ്മുടെ ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കാശുള്ള ഇച്ചിരി തലയുള്ളവൻ ഈ പന്തയത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. എന്നാലും ഇസ്രായേലിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഈ വാതുവെപ്പുകാരിൽ പ്രധാനികളാണ് എന്നുള്ള കാര്യം എന്നിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം അവിടെയാണല്ലോ ഈ സാധനം വീഴുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉമ്മാർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഉമ്മാർ തന്നെയായിരിക്കും ശരിക്കും പന്തയം വെച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ പന്തയം വെക്കുന്നവർ ചുമ്മാ അടിക്കരങ്ങ് പന്തയം വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അവർ ഈ വാർത്താ ഏജൻസികളെക്കാൾ വേഗത്തിൽ യുദ്ധവിവരങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് പണം മുടക്കുന്നതെന്ന് ഓർക്കണം. അല്ലാതെ എൻ്റെ ഈ വാർത്ത കേട്ട ആരും ചാടിക്കേറിപ്പോയി ഇതിനകത്ത് പന്തയം വെച്ചേക്കരുത്. അതുപോലെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ യൂട്യൂബുകാർ പറയുന്ന കേട്ടിട്ടും പന്തയം വെക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് ലൈവായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവർ മാത്രമേ ഇത് പന്തയം വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കാശ് പോയി കിട്ടും. നമ്മുടെ യൂട്യൂബുകാർ പറയുന്നത് മുഴുവൻ കള്ളമാണ്, ആരും വിശ്വസിക്കണ്ട. ഈ ചുരുക്കി പറഞ്ഞ ജൂതരുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തെ പോലും വെറും കളിയായി കണ്ട് ആഘോഷിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് ലോകത്തുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് ജൂതർക്ക് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ബുദ്ധിസാമർഥ്യത്തിൻ്റെയും ആയുധബലത്തിൻ്റെയും അഹങ്കാരത്തിൽ ലോകത്ത് വിലസിയിരുന്ന ജൂതർ ഇപ്പോൾ വെറും ശൂന്യരും ഭയചകിതരുമായിട്ട് ജീവൻ രക്ഷിക്കാനായി ബങ്കറുകളിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവൻ്റെ വിധിയെഴുത്ത് പുറത്തെ പന്തയമേശകളുടെ പണത്തിൻ്റെ എണ്ണിത്തിട്ടപ്പെടുത്തലുകളിൽ ചെന്ന് ചേരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. ഇത് ജൂതർക്ക് വെച്ച ഒരു വിധിയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇറാൻ അയക്കുന്ന മിസൈലുകളുടെ ഇടവേളകളിൽ രാജ്യം തന്നെ ഉപേക്ഷിച്ച് ഓടുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനു പോലും കഴിയാത്ത ഒരു ജനതയായിട്ടാണ് ഇപ്പോൾ ജൂതർ മാറിയിരിക്കുന്നത്. എന്നാൽ അവർ ഒരിക്കലും ആ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടരുതെന്നും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പന്തയക്കാർ ഇന്ന് ഇസ്രായേലിലും ഇസ്രായേലിന് പുറത്തുമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.